ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായ കുടിക്കണം. ആദ്യം തന്നെ പറയണം കേട്ടോ, നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ചൂടായിട്ട് ചായ എല്ലാം കുടിക്കുകയാണ്. അങ്ങനെ ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ കുക്കിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം പിന്നെ 5 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കട്ട് ചെയ്യാനാണ്. അപ്പം നമ്മുടെ കൗണ്ടർ ടോപ്പിന് മേലെ അക്ഷയ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അക്ഷയോട് വർത്താനം പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മുടെ ഉള്ളിയൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കഴുകി നീളത്തിൽ സാധാരണ അരിയും പോലെ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 5 എടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് കുറച്ച് കൂടുതൽ വലിയ ഉള്ളി വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അക്ഷയും നമ്മുടെ അടുത്ത് ഇങ്ങനെ ഓരോ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയും ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മൾ വേഗം തന്നെ ചീനിച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ റിഫൈൻഡ് ഓയിലാണ് കേട്ടോ ചെയ്യുന്നത്, വെളിച്ചെണ്ണയിലും ചെയ്യുക. അപ്പോൾ ഞാൻ റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് നന്നായി തന്നെ ചൂടായി വന്നതിന് ശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് എന്താ പറയുക വലിയ ഉള്ളി അരിഞ്ഞതും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തന്നെ വഴണ്ടി വന്നോട്ടെ കേട്ടോ. ചില കറികൾ ചെയ്യുമ്പോൾ നന്നായി വഴറ്റിയെടുക്കേണ്ട ആവശ്യം വരും, ചിലത് ചെയ്യുമ്പോൾ അങ്ങനെ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നതിന് കുറച്ച് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് വഴറ്റി ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ, ഇതുപോലെ ആയാൽ മതി. പിന്നെ അതിലേക്ക് നമുക്ക് മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം നന്നായി തന്നെ മാറി വരണം. മാറിയതിന് ശേഷം നല്ല പഴുത്തിട്ടുള്ള 2 തക്കാളി നമ്മൾ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരിഞ്ഞത് അതുകൂടെ ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് കിടന്നിട്ട് നന്നായി തന്നെ ഒന്ന് വഴണ്ട് വരട്ടെ കേട്ടോ നമ്മുടെ തക്കാളിയൊക്കെ. അപ്പോൾ ഞാൻ തക്കാളി ചേർത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചെറുതായി തന്നെ ഒന്ന് വഴണ്ടി വന്നിട്ടില്ല കേട്ടോ. നമ്മുടെ തക്കാളി നന്നായി തന്നെ വെന്ത് ഉടഞ്ഞോട്ടെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ. ഇത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മസാല എല്ലാം കൂടെ നന്നായി തന്നെ സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ എന്താ പറയുക വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായി തന്നെ ഇളക്കിയെടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിക്കാൻ വിടുന്നുണ്ട് കേട്ടോ. തിളച്ചിട്ട് ഒന്ന് ചെറുതായി തന്നെ എണ്ണ പിരിഞ്ഞ് വരട്ടെ കേട്ടോ. നോക്കിയപ്പോൾ എണ്ണ പിരിഞ്ഞ് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടെ തന്നെ അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അടച്ച് ഒന്നുകൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നന്നായി തന്നെ എണ്ണയൊക്കെ പിരിഞ്ഞ് കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുള്ള നമ്മുടെ സോയ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ സോയയാണ്. അപ്പോൾ നമ്മൾ പച്ചവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ കുതിർത്തെടുത്തിരിക്കുന്നത്. അതുകൂടെ നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് നമ്മുടെ സോയയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് നമ്മുടെ സോയ നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇടയിലടിയിൽ കുറേ നേരമല്ല, ഇടയിലടിയിൽ ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മുടെ സോയ വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് ജീരകപ്പൊടി, നമ്മുടെ പെരുംജീരകപ്പൊടി കേട്ടോ, അതുകൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരണം കേട്ടോ. വെന്തിട്ടേ ഉള്ളൂ, ഒന്നുകൂടെ ഡ്രൈ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുത്തിട്ടൊന്ന് ഡ്രൈ ആകാൻ വിടുന്നുണ്ട് കേട്ടോ. അതും നമ്മൾ എന്താ പറയുക ചെറിയ തീയിലിട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് വലിയുള്ളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതലധികം ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ വഴറ്റുമ്പോൾ ചെറിയ ഉള്ളിയുടെ അളവ് കുറച്ചാൽ മതി കേട്ടോ. ഞാൻ ശ്രദ്ധിക്കാണ്ട് മുഴുവനായിട്ട് വഴറ്റാനിട്ടു കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുറച്ച് മാത്രമേ ചേർത്തുള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതൽ ഇങ്ങനെ പച്ചക്കുള്ളി ഇങ്ങനെ ചേർത്ത് കൊടുക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ബീഫൊക്കെ കഴിക്കുമ്പോൾ ഇടയിലൊക്കെ അടിക്കില്ലേ, ഇന്ന പോലെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ സോയൊക്കെ നമ്മൾ ഒരുവിധം വഴറ്റി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട്
വേറെ അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുക്കർ വെച്ച് കൊടുക്കുന്നുണ്ട്. കുക്കറിൽ നമ്മൾ വഴറ്റിയപ്പോൾ ഉള്ളി തെറിച്ച് പോയി കേട്ടോ. അതാണ് ഇങ്ങോട്ടേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ കുക്കർ നമ്മൾ വെച്ച് കൊടുത്ത് ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കറികളൊക്കെ വെക്കുമ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണമല്ലേ. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അടിച്ച് പിടിച്ചാകെ കേട് വന്ന് പോകില്ലേ. അപ്പോൾ ഞാനങ്ങനെ നമ്മുടെ കുക്കർ ചൂടാക്കാൻ വെച്ചു. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ പാലൊക്കെ നന്നായി തിളച്ച് വറ്റി വന്നു. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് മാറ്റി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ കുക്കർ ചൂടായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. വെളിച്ചെണ്ണയിലാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വരട്ടെ. ആ സമയം കൊണ്ട് ഞാൻ എന്താ പറയുക, നമ്മൾ അരിവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പച്ചരി, റേഷൻ കട പച്ചരി അരിവെള്ളത്തിലിട്ട് വെച്ച് ഒരു 20 മിനിറ്റ് അത് നന്നായി തന്നെ കഴുകിയിട്ടായിരുന്നു കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞാണ്. പിന്നെ നമ്മൾ ബാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണയിലേക്ക്. പിന്നെ അതിലേക്ക് നമ്മൾ വെള്ളക്കടല ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചത്, പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ്, നമ്മൾ എണ്ണ ഒഴിക്കുക, ഉള്ളി ചേർക്കുക, കടല ചേർക്കുക, ക്യാരറ്റ് ചേർക്കുക, എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വഴറ്റി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഒരു ഗ്ലാസ് കടല വേവിച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കി പച്ചവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. കടല വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ കളയരുത് കേട്ടോ. അതുകൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കുക. അപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ പച്ചരിയെല്ലാം ചേർത്ത് കൊടുത്തു. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ചേർക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ സോയ കുറച്ച് മസാലയായിട്ട് കഴിക്കുമ്പോൾ, ഇതുപോലെ മസാല ഇല്ലാത്ത ചോറ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. രണ്ടും കൂടെ നല്ല കോമ്പിനേഷനായിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ നമ്മുടെ സോയ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായി തന്നെ ഡ്രൈ ആയിട്ട് നല്ല റോസ്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സോയയും ഈ ചോറും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതിൽ ഇടാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ക്യാരറ്റും കടലയും മാത്രം ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം ഒന്ന് പുറത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മുടെ സോയയൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇടയിലൊക്കെ നമുക്ക് ഇതുപോലെയുള്ള കുറച്ച് റൈസും ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ ആകുമ്പോൾ കുട്ടികൾ കുറച്ച് കഴിക്കും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ വേഗം തന്നെ വന്നിട്ട് മിറ്റമൊക്കെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പാഞ്ചുവൊക്കെ വന്നിട്ട് പോയി കേട്ടോ. മിറ്റം അടിക്കുമ്പോഴായിരിക്കില്ലേ കൂടുതൽ പ്രാവശ്യം നമ്മൾ പാഞ്ചുവിനെ പറ്റി പറയാറുള്ളത്. അവളിപ്പോൾ അങ്ങനെ വന്നാൽ നിൽക്കുന്നില്ല, എന്താ പറഞ്ഞിപ്പോൾ കുട്ടികളൊക്കെ ആയതല്ലേ, അതുകൊണ്ട് നിൽക്കുന്നില്ല കേട്ടോ. വന്നതും വേഗം പോകുന്നുണ്ട്. എന്തായാലും ആൾ രാവിലെ നേരത്തെ തന്നെ ഹാജരാകും കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഇത്. അവൾ നേരം വെളുത്തത് അവളെ കണ്ടില്ലെങ്കിൽ നമുക്കൊരു മാതിരി തോന്നും കേട്ടോ. അങ്ങനെ ഞാൻ വേഗം തന്നെ മിറ്റമൊക്കെ ഒന്ന് അടിച്ചെടുത്തു. അതിനുശേഷം വേഗം തന്നെ തിരിച്ച് വരികയും ചെയ്തു കേട്ടോ. അപ്പോഴേക്കും തന്നെ നമ്മുടെ കുക്കർ വിസിലടിക്കേണ്ട കാര്യം പറഞ്ഞില്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ കുക്കർ 2 വിസിലടിച്ചാൽ മതി കേട്ടോ. അധികം വിസിലടിച്ചാൽ നമ്മുടെ ചോറ് വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ 2 വിസിലടിച്ചിട്ട് ഓഫ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ മിറ്റോടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വേഗം തിരിച്ച് വന്നിട്ട് നമ്മുടെ വെളിയിലെ അടുപ്പും തിട്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ വെളിയിൽ അടുപ്പും തിട്ടൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് പിന്നെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് വേഗം തന്നെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ. കഴിഞ്ഞു നമ്മുടെ കുക്കിംഗ്. ഇന്നത്തെ കുക്കിംഗ് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് കുക്ക് ചെയ്യാത്ത എൻ്റെ വീഡിയോസ് ദിവസവും കാണുന്നവർക്കറിയാം, ഞാൻ ഒരുപാട് കുക്കിംഗ് അധികം ചെയ്യാറില്ല. ഇത്ര മാത്രമേ ചെയ്യാറുള്ളൂ എന്ന് കാണുന്നവർക്കറിയാം കേട്ടോ. പുതുതായി കാണുന്നവർക്കറിയില്ല. പക്ഷേ ഡെയിലി കാണുന്നവർക്ക് നമ്മൾ ഇങ്ങനെ ഇത്ര മാത്രമേ കുക്കിംഗ് ചെയ്യാറുള്ളൂ എന്നറിയാം കേട്ടോ. അപ്പോൾ ചെയ്താൽ മാത്രം പോരല്ലോ, അതുകൂടെ കഴിക്കാനും ആൾ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്ര തന്നെ ചെയ്യാറുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ കുക്കർ വിസിലടിച്ച് ആവിയെല്ലാം പോയി നന്നായി തന്നെ വെന്ത് കുഴയാണ്ടൊക്കെ നമ്മുടെ ചോറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയ്ക്ക് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് നമ്മുടെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. ആ മസാലകളൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ഏറ്റവും നല്ല ഒരു ചോറാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം. പച്ചരി ചോറൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളി മാത്രം ഇട്ടിട്ട് തേങ്ങ മാത്രം ചേർത്തിട്ട് ചെയ്താലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സോയ റോസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മുടെ ചോറ്. അങ്ങനെ നമ്മുടെ ചോറും റോസ്റ്റും ഒക്കെ റെഡിയായപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അങ്ങോട്ട് കുടിച്ചതാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ അക്ഷയ്ക്കും
അതുപോലെ അശ്വിനുള്ള ചോറൊക്കെ ആക്കണം. ഇന്നിപ്പോൾ ഏട്ടന് ചോറ് വേണ്ട കേട്ടോ, ദൂരത്തേക്ക് പോവുകയാണ്. അതുകൊണ്ട് പിന്നെ ചോറ് വേണ്ട, കുട്ടികൾക്ക് മാത്രമേ വേണ്ടൂ കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ പ്രത്യേകിച്ച് ഞാൻ വേറെ കറികളൊന്നും ചെയ്യാണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം ചെയ്തത് കേട്ടോ. എന്താ പറഞ്ഞാൽ കറികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ആയി പോകുമ്പോൾ അതുകൊണ്ട് ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പോൾ ഏട്ടന് ഭക്ഷണം കൊണ്ടുപോകുന്നില്ല, അല്ലെങ്കിൽ ഏട്ടൻ നേരത്തെ പോകുന്ന ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള തട്ടിക്കൂട്ട് പരിപാടിയൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ അവർക്ക് മൂന്നാൾക്കും ഭക്ഷണം കൊടുത്തു കേട്ടോ. അശ്വിനപ്പോൾ ഇന്ന് വാരിത്തരണം പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് തിരക്ക് പിടിച്ച് ചെയ്യേണ്ട പണികൾ നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അവന് വാരി കൊടുത്തു കേട്ടോ. അങ്ങനെ അവരെല്ലാവരും ഭക്ഷണം കഴിച്ചു. എന്നിട്ട് വേണം അവർക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അക്ഷയ നേരത്തെ പോകും. എന്താ പറഞ്ഞാൽ ഏട്ടൻ നേരത്തെ പോകുന്ന കാരണം സ്കൂളിലാക്കിയിട്ട് പോകാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ച് എന്നും പോകുന്നതിന് വെച്ച് കുറച്ച് നേരത്തെ ഒന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ രണ്ടാളും റെഡിയായി. അതിന് ശേഷം അക്ഷയ എനിക്ക് ടാറ്റയൊക്കെ തന്നിട്ട് അവരങ്ങനെ പോയി കേട്ടോ. നമ്മുടെ അശ്വിൻ പോയിട്ടില്ല. അശ്വിൻ ഇന്ന് ബസ്സിനാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ട് പിന്നെ അവനെ ഒന്ന് റെഡിയാക്കിയെടുത്ത് ഞാനും കൊണ്ടാക്കിയിട്ട് വരണം കേട്ടോ അവനെ. അങ്ങനെ അവനെയൊക്കെ ഞാൻ അവർ പോയതിന് ശേഷം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനെ ഷർട്ടെല്ലാം ഇട്ട് കൊടുത്ത് ബാഗിൽ വെള്ളവും അതുപോലെ നമ്മുടെ ചോറും എല്ലാം വെച്ചതിന് ശേഷം ബാഗെല്ലാം എടുത്തു. പിന്നെ ഞാൻ ടി വി ഇത്ര നേരം കാണുമായിരുന്നു കേട്ടോ. അതൊക്കെ ഓഫ് ചെയ്തു, പിന്നെ ലൈറ്റ് ഓഫ് ചെയ്തൊക്കെ അവനെയും കൊണ്ട് അങ്ങനെ സ്കൂളിലേക്ക് പോയി കേട്ടോ. സ്കൂളിലേക്കല്ല, ബസ് കയറ്റി വിടാൻ പോയി കേട്ടോ. അപ്പോൾ അങ്ങനെ പോയി വന്നതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അവർക്കാർക്കും ദോശ വേണ്ട പറഞ്ഞു. അവർക്ക് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും കഴിക്കും കേട്ടോ. ഞാനങ്ങനെ ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല. എനിക്ക് അതൊരു നേരം കഴിക്കണതാണ് ഇത്തിരി ഇഷ്ടം കൂടുതൽ തോന്നാറുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് 2 ദോശ ഉണ്ടാക്കി. പിന്നെ നമ്മുടെ സോയ റോസ്റ്റ് എടുത്തു. പിന്നെ ഇന്നലത്തെ ചട്നി ഉണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ഇന്നലെ ചട്നി അരച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ കൂട്ടിയിട്ട് ഞാൻ ദോശ കഴിക്കണം കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദോശ കഴിച്ചു. അവർക്കാർക്കും വേണ്ട പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അത് ചെയ്ത് കൊടുത്തില്ല കേട്ടോ. അങ്ങനെ പിന്നെ ദോശയെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ വേഗം തന്നെ വന്നിട്ട് പിന്നെ നമ്മുടെ വെളിയ അടുക്കളയൊക്കെ നമ്മളൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നത്തെക്കാട്ടിലും അശ്വിൻ ബസ്സിന് പോകുന്ന ദിവസം നമ്മുടെ പണികൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് പണികൾ നേരത്തെ ആകും കേട്ടോ. പക്ഷേ എന്താ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുമ്പോൾ നമ്മുടെ ബസ് വരാൻ ഒരുപാട് ലേറ്റ് ആകും കേട്ടോ. അങ്ങനെ ഒരുപാട് സമയം നമുക്കവിടെ പോകും കേട്ടോ. അതാണ് ഉണ്ടാകുന്ന പ്രശ്നം. അടിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ പാഞ്ച് വന്നു കേട്ടോ. കണ്ടോ, എൻ്റെ കാലിൽ കൂടെ ഇട്ടിട്ട് നടക്കാനയക്കാണ്ട്. അപ്പോൾ ഞാൻ അവൾക്ക് റൈസ് കൊണ്ടു കൊടുത്താണ് കേട്ടോ. പക്ഷേ റൈസ് നമ്മൾ വെളിച്ചെണ്ണയിലല്ലേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം മൂപ്പത്തേർക്ക് അത് തീരെ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനത് അവിടെ വെച്ച് കൊടുത്ത പാടെ തന്നെ എൻ്റെ പിന്നാലെ വന്ന് അവിടെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ നിങ്ങൾ. അങ്ങനെ പിന്നാലെ വന്ന് നിൽക്കല്ലോ, കഴിച്ചതേ ഇല്ല കേട്ടോ. അവൾക്ക് റൈസ് ഇഷ്ടമാണ്, പക്ഷേ നല്ല നെയ്യിൻ്റെ മണമൊക്കെ വേണം കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ വെളിച്ചെണ്ണയിലല്ലേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കാരണം മൂപ്പത്തേർക്ക് അത്ര ഇഷ്ടമായിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ അതിന് ശേഷം വന്ന് നമ്മുടെ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകി അതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം വന്നിട്ട് വേഗം തന്നെ നമ്മൾ കോലായൊക്കെ ഒന്ന് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് തുടയ്ക്കേണ്ട ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ അടിച്ചെടുത്തു. അതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ എല്ലാവിടെയും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തട്ടിക്കൂട്ട് പരിപാടിയായ കാരണം എന്താ പറയുക, നമ്മുടെ കുക്കിംഗ് പരിപാടിയൊക്കെ വളരെ എളുപ്പത്തിൽ നടന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മൾ റൈസൊക്കെ വെക്കുന്നതിൻ്റെ കാരണം പറഞ്ഞാൽ അശ്വിൻ കഴിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയെങ്കിലും അവൻ കുറച്ച് കഴിക്കുമല്ലോ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇടയിൽ ഇങ്ങനെയുള്ള റൈസ് പോലെയുള്ള ഐറ്റംസൊക്കെ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ വേഗം തന്നെ എല്ലാവിടെയും ഒന്ന് തുടച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നേരത്തെ തന്നെ നമ്മുടെ പണികളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, കുക്കിംഗ് നമുക്ക് അധികമൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ എല്ലാവിടെയും ഒന്ന് തുടച്ചെടുത്തു. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ 5 മണിക്ക് തുടങ്ങിയിട്ട് എന്താ പറയുക നമ്മുടെ 10:30 വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 10:30 ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ പണികളെല്ലാം തീർന്നു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ 12:15 പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.